നമസ്കാരം, ഇൻസ്റ്റയിലേക്ക് സ്വാഗതം. കെജ്രിവാളിൻ്റെ വലങ്കൈയൊടിച്ചാണ് BJPയുടെ തേരോട്ടം രാജ്യ തലസ്ഥാനത്തുണ്ടായിരിക്കുന്നത്. കൗരവപ്പട വസ്ത്രാക്ഷേപം ചെയ്യുന്ന ദ്രൗപദി, സഭയിൽ അപമാനിതയായ ദ്രൗപദി രക്ഷിക്കാനായെത്തുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ, ആ പ്രതികാര ദാഹത്തിൽ വെന്തുനീറിയ രാജാവും മന്ത്രിമാരും. ഇപ്പോൾ ഡൽഹിയിലെ കെജ്രിവാളിൻ്റെ പതനത്തിൽ അതിദയനീയമായ പരാജയത്തിന് പിന്നാലെ ചർച്ചയാവുന്ന ഒരു വിഷയം തന്നെയാണിത്. കെജ്രിവാളിൻ്റെ ഫെയിലിയർ ഫാക്ടർ അതെന്തായിരുന്നു? പരാജയത്തിന് പിന്നിലെ കാരണം ഏതാണ്? BJPക്ക് ലഭിച്ച സക്സസ് മന്ത്ര എന്തൊക്കെയാണ്? പൊതുവിൽ പറയുന്ന പല വിഷയങ്ങളുണ്ടെങ്കിൽ പോലും കെജ്രിവാളിനെ തോൽപ്പിക്കാൻ പാളയത്തിൽ തന്നെ പടയൊരുക്കിയ ഒരു പെൺപുലിയുടെ വലിയ യാതനയും പരിശ്രമവുമാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഒരു സമയത്ത് കെജ്രിവാളിനെ ജയിപ്പിക്കാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്ത, ഉറക്കമൊഴിച്ച ആ പെണ്ണിൻ്റെ പ്രതികാര കഥ തന്നെയാണ് ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ ഏവരും ചർച്ച ചെയ്യുന്നത്. 70 മണ്ഡലങ്ങളിൽ 48ലും വിജയിച്ചാണ് 8ൽ നിന്നും 48ലേക്ക് BJP വലിയ മൃഗീയ നേട്ടത്തോടുകൂടി അധികാരത്തിലെത്തിയത്. 27 വർഷത്തെ കാത്തിരിപ്പ്. BJP അധികാരം പിടിച്ചു. ഒരു പതിറ്റാണ്ട് കാലം രാജ്യ തലസ്ഥാനത്തെ ഭരിച്ച ആം ആദ്മി പാർട്ടിയെ തൂത്തെറിഞ്ഞ് BJPയുടെ വലിയ തേരോട്ടം. ഡൽഹിയിലെ ഈ തിരഞ്ഞെടുപ്പ് ഫലം കണ്ട് ആം ആദ്മി അന്തം വിട്ടിരിക്കുകയാണ്. കോൺഗ്രസിന് ഞെട്ടലൊന്നും തന്നെയില്ല. കാരണം 3ാം വട്ടവും വിജയം പ്രതീക്ഷിച്ചിരുന്ന പാർട്ടിക്ക് കനത്ത തോൽവിയായിരുന്നു നേരിടേണ്ടി വന്നത്. ആം ആദ്മി 22 മണ്ഡലങ്ങളിലേക്ക് ചുരുങ്ങി. തിരഞ്ഞെടുപ്പ് ചിത്രത്തിൽ പോലുമില്ലാതെ കോൺഗ്രസ് നാണം കെട്ട തോൽവി വീണ്ടും ഏറ്റുവാങ്ങുന്നു. കോൺഗ്രസ് ഹാർട്ടിക് നേട്ടം അങ്ങനെ സ്വന്തമാക്കി 0-ൽ നിൽക്കുന്നു. ആം ആദ്മിക്ക് കടുത്ത ക്ഷതമേറ്റതിൽ അരവിന്ദ് കെജ്രിവാളും ബുദ്ധികേന്ദ്രമായ മനീഷ് സിസോദിയയും ഒക്കെ വീണുപോയ കാഴ്ച ഏവരും കണ്ട് അന്താളിച്ചു. രാജ്യത്തിന് പോലും ഞെട്ടലുളവാക്കി. ന്യൂഡൽഹി മണ്ഡലത്തിൽ BJP നേതാവ് പർവേശാണ് കെജ്രിവാളിനെ അതിദയനീയമായി തോൽപ്പിച്ച് അട്ടിമറി വിജയം സ്വന്തമാക്കിയത്. ജഗ്പുര മണ്ഡലത്തിൽ മനീഷ് സിസോദിയും തോറ്റു വീണു. എന്നാൽ ആകെ ഒരു കച്ചിത്തുരുമ്പായി മാറിയത് കൽക്കാച്ചി മണ്ഡലത്തിൽ ഇപ്പോഴത്തെ ഡൽഹി മുഖ്യമന്ത്രിയായ അതിഷി ജയിച്ചു കയറി എന്നുള്ളതാണ്. കേവലം ഒരു ആശ്വാസം സമ്മാനിക്കാൻ കഴിയുന്ന വിഷയം. 2015 അധികാരത്തിലെത്തുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി വലിയ പല വാഗ്ദാനങ്ങളും ആം ആദ്മി നൽകിയിരുന്നു. അവയൊക്കെ തന്നെ കൃത്യമായി നൽകി. അത് പാലിച്ച് ജനമനസ്സുകളിൽ വിശ്വാസീയത നേടിയെടുക്കാനായി ആം ആദ്മിക്ക് സാധിച്ചു. അതിൻ്റെ പരിണിത ഫലമെന്ന രീതിയിൽ 2020ലും കൂറ്റൻ വിജയം ആവർത്തിക്കാൻ സാധിച്ചു. കോൺഗ്രസ് ആകട്ടെ ഈ 2 തിരഞ്ഞെടുപ്പിലും നടുവൊടിഞ്ഞ് 0-ൽ തന്നെ തുടരുകയായിരുന്നു. BJP 3-ൽ നിന്നും 8-ലേക്കും പടിപടിയായി ഉയരാനുള്ള ശ്രമം നടത്തി. പക്ഷേ അതിന് പിന്നാലെ ഉണ്ടായത് ഒരു വലിയ മാജിക് തന്നെയായിരുന്നു. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെടുന്നുവെന്ന് തുറന്നു കാട്ടാൻ BJPക്ക് സാധിച്ചു. അത് തിരഞ്ഞെടുപ്പിൽ ആം ആദ്മിക്ക് വലിയൊരു തിരിച്ചടിയായി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഡൽഹിയിൽ ആം ആദ്മി തോറ്റമ്പി നിൽക്കുമ്പോഴാണ് സ്വന്തം പാർട്ടിക്കെതിരെ തന്നെ കടുത്ത ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാജ്യസഭ MP കൂടിയായിട്ടുള്ള സ്വാതി മലിവാൾ രംഗത്ത് വരുന്നത്. സ്വാതി മലിവാളിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയേണ്ടതില്ല. കെജ്രിവാളിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ഏറ്റവും അടുത്ത വിശ്വസ്തയെ ക്രൂരമായി ആക്രമിക്കുന്ന ഒരു വിഷയമുണ്ടായിട്ട് പോലും മൗനിയായി നിന്നു കെജ്രിവാൾ എന്നുള്ളതാണ് സ്വാതി മലിവാളിൻ്റെ ഏറ്റവും ഗുരുതരമായ ആരോപണം. അതിന് പിന്നാലെ അന്നു മുതൽ ഇന്ന് വരെ അതിശക്തമായ ആക്രമണമാണ് സ്വാതി നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ Xൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നു. അതുതന്നെയാണ് ആമുഖമായി പരാമർശിച്ച മഹാഭാരതത്തിലെ ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപത്തിൻ്റെ ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. എന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: രാവണന്റെ അഹങ്കാരത്തിന് പോലും നിലനിൽപ്പുണ്ടായിട്ടില്ല. മഹാഭാരതത്തിലെ പാഞ്ചാലി വസ്ത്രാക്ഷേപവും കൗരവസഭയിൽ വെച്ച് ദ്രൗപദി അപമാനിതയുമായപ്പോൾ രക്ഷിക്കാനെത്തുന്ന ശ്രീകൃഷ്ണനുമാണ് ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്വന്തം പാർട്ടിയിൽ നിന്നും താൻ അനുഭവിച്ച ദുരനുഭവം സ്വാതി എടുത്തു പറയുകയാണ്. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ വെച്ച് കെജ്രിവാളിന്റെ സഹായി ബിഭവ് കുമാർ തന്നെ ആക്രമിച്ചു, കടന്നുപിടിച്ചു എന്നായിരുന്നു സ്വാതി മലിവാൾ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നത്. ബിഭവ് കുമാറിനെതിരെ സ്വാതി മലിവാൾ FIR ഫയൽ ചെയ്ത് മുന്നോട്ട് പോയി. നിയമപരമായി തന്നെ ഇയാളെ നേരിടാൻ തീരുമാനിച്ചു. പോലീസ് അറസ്റ്റ് ചെയ്തു. ആം ആദ്മി പാർട്ടിയുടെ രൂപീകരണത്തിന് മുന്നേ തന്നെ കെജ്രിവാളിന്റെ ഏറ്റവും അടുത്ത അനുയായിയായി തുടർന്ന വ്യക്തി കൂടിയായിരുന്നു സ്വാതി. എന്നിട്ടാണ് സ്വാതി ഗുരുതരമായി ഇങ്ങനെ ഒരു വിഷയം ചൂണ്ടിക്കാട്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ വസതിയിൽ നടന്ന സംഭവം എടുത്തു പറഞ്ഞിട്ട് അതിനൊന്നും തന്നെ അനുഭാവപൂർവമായ ഒരു പ്രതികരണം അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നാരോപിച്ചത്. ബിഭവ് അദ്ദേഹത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു. അതുകൊണ്ട് അങ്ങനെ തിരിഞ്ഞാൽ പല വിഷയങ്ങളും പുറത്തു വരുമെന്ന ഭയമായിരുന്നു കെജ്രിവാളിന്. അങ്ങനെയായിരുന്നു നിശബ്ദനായി കെജ്രിവാൾ മാറിയത്. ഈ നടപടിയെ രാജ്യമാസകലം വിമർശിച്ചു.
ദിവസങ്ങൾക്ക് മുൻപ് പോലും സ്വാതി മലിവാളിന്റെ നേതൃത്വത്തിൽ വലിയൊരു മുന്നേറ്റമുണ്ടായിരുന്നു. 3 മിനി ട്രക്കുകളിലായി ഡൽഹി നഗരത്തിലെ മാലിന്യം അരവിന്ദ് കെജ്രിവാളിന്റെ വീടിന് മുന്നിൽ തള്ളിയിരുന്നു. ഡൽഹിയിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കണമെന്ന നിരന്തര ആവശ്യം ഉന്നയിച്ചിട്ടും അത് അവഗണിക്കുന്നതിനെതിരെയായിരുന്നു ഈ വേറിട്ട രീതിയിലുള്ള പ്രതിഷേധം സ്വാതി നടത്തിയത്. പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിച്ചതിനും ഗതാഗതം തടസ്സപ്പെടുത്തിയതിനുമായി പോലീസിനെ കൊണ്ട് കേസെടുപ്പിച്ചു. തുടർന്ന് പോലീസ് കസ്റ്റഡിയിലായി സ്വാതിയെ പിന്നീട് വിട്ടയച്ചു. മാലിന്യവുമായി എത്തിയ ട്രക്കിൽ കെജ്രിവാളിന്റെ വലിയ കട്ടൗട്ട് അടക്കം പതിപ്പിച്ചാണ് സ്വാതി ഈ നീക്കം നടത്തിയത്. സ്വാതിയുടെ ഒപ്പം ഉണ്ടായിരുന്നത് മറ്റാരുമല്ല, നിരവധി വനിതകളായിരുന്നു, സ്ത്രീകളായിരുന്നു. ഡൽഹിയുടെ മുക്കും മൂലയും ഒക്കെ മാലിന്യം കൊണ്ട് കുമിഞ്ഞുകൂടുകയാണ്. റോഡുകൾ പൊട്ടി തകർന്നു, കാനകൾ നിറഞ്ഞൊഴുകി, ദുർഗന്ധം പരക്കുന്നു. ശുദ്ധജലം ലഭിക്കാനില്ല, വിഷം കലർത്തിയ ജലമാണ് കുടിക്കുന്നത്. കെജ്രിവാൾ ജനങ്ങൾക്കിടയിൽ നിന്നും അകന്നു പൊക്കൊണ്ടിരിക്കുന്നു. ജനങ്ങൾക്കിടയിൽ എന്താണ് നടക്കുന്നതെന്നോ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്നോ കെജ്രിവാൾ അറിയുന്നില്ല. മദ്യനയത്തിൽ മാത്രമായി ചിന്ത. കെജ്രിവാളിന്റെ ഗുണ്ടകളെയോ പോലീസിനെയോ ഒന്നും തന്നെ ഭയക്കാതെയാണ് സ്വാതി മലിവാൾ രംഗത്ത് വന്നത്. മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിന്റെയും ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയുടെയും പരാജയം, ആ തോൽവി, ആം ആദ്മിയുടെ തോൽവി അല്പം ഗൗരവമേറി തന്നെയാണ് മാറുന്നത്. പ്രധാനമായും 3 കാരണങ്ങൾ സംശയിക്കുന്നുണ്ട്. 3 അല്ല, 3-ലധികമാണ് വിഷയങ്ങൾ. അതിലൊന്ന് നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഡൽഹി മധ്യതായ അഴിമതി കേസ് ആം ആദ്മിയെ ശരിക്കും പിടിച്ചുകുലുക്കിയതാണ്. രാജ്യമാസകലം ചർച്ച ചെയ്ത വിഷയം. അകത്ത് അഴിക്കുള്ളിലായ മനീഷ് സിസോദിയെയും ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ. തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്നും അത് പ്രതിഫലിച്ചുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുതന്നെയാണ് കെജ്രിവാളിന്റെ അടക്കം വ്യക്തിപരമായ തോൽവി. സർക്കാരിന്മേലുള്ള ജനങ്ങളുടെ വിശ്വാസ്യത പൂർണ്ണമായും തകർക്കുന്ന രീതിയിലായിരുന്നു ഈ നീക്കം. 5 മാസം ജയിൽ ശിക്ഷ അനുഭവിച്ചു. മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചു. ഇതൊക്കെ സർക്കാർ പ്രതിച്ഛായയെ പ്രതികൂലമായി ബാധിച്ചു. മദ്യനയ അഴിമതിയിലൂടെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നു, ആം ആദ്മി നടത്തി എന്നുള്ള പ്രചരണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ BJPക്ക് സാധിച്ചു. നടപടി നേരിടേണ്ടി വന്നപ്പോൾ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നുള്ള വാദം ആം ആദ്മി ഉയർത്തിയെങ്കിലും അത് വിലപ്പോകാതെ ഭരണകൂടം തെറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് കോടതിയടക്കം എടുത്തു പറയുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അതൊക്കെ തന്നെ വലിയ പ്രതിച്ഛായക്കേറ്റ തിരിച്ചടിയായി മാറി. അഴിമതി ഉയർത്തിക്കാട്ടിയുള്ള പ്രചരണമാണ് BJP നടത്തിയത്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്താണ് കെജ്രിവാളിന്റെ വസതി നവീകരിച്ചതായി ബന്ധപ്പെട്ട ഷെർമഹൽ ബന്ധപ്പെട്ട വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്. 33.66 കോടി രൂപ വസതി നവീകരണത്തിനായി ചെലവഴിച്ചു. 2020 7.5 കോടി രൂപയ്ക്കായിരുന്നു PWDയുമായി കരാറിൽ ഏർപ്പെട്ടത്. എന്നാൽ അതെങ്ങനെയാണ് പൊടുന്നനെ 33 കോടിയിലേക്ക് എത്തിച്ചത്? അത്രയധികം ആഡംബരമായി ഈ വസതി നവീകരിക്കാൻ എന്തൊക്കെയാണുള്ളത്? ഇതൊക്കെ തന്നെ പൊതുജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ ആശങ്ക ഉളവാക്കി. അഴിമതിയെ തുടച്ചു നീക്കുമെന്ന് പറഞ്ഞ ചൂലുമായെത്തിയ ആം ആദ്മി തന്നെ അഴിമതിയുടെ കാവൽക്കാരായി മാറുന്നതാണ് പൊതുജനങ്ങൾ പിന്നീട് കണ്ടത്. അങ്ങനെ ഖജനാവിലെ പണം ഉപയോഗിച്ച് വലിയ ധൂർത്ത് നടത്തിയ സർക്കാരായിരുന്നുവെന്ന് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാൻ BJPക്ക് സാധിച്ചു. ഇതൊക്കെ തന്നെയാണ് തിരഞ്ഞെടുപ്പിൽ വലിയ അടിയായി മാറിയത്. BJPക്ക് ഗുണമായത് ഏറ്റവും പ്രധാനമായി ഏവരും എടുത്തു പറയുന്നത് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് തന്നെ പ്രഖ്യാപിച്ച ജനപ്രിയ ബജറ്റ് തന്നെയാണ്. മധ്യവർഗത്തെ കയ്യിലെടുക്കാൻ സാധിച്ചത് ഒരു ചാഞ്ചാട്ടത്തിൽ നിന്ന് ജനങ്ങളെ പോലും BJPയോട് അടുപ്പിക്കുന്ന നീക്കമായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു നേട്ടങ്ങളും ഒരു ഫ്രീ ബീസും ഇത്തവണ പിൻവലിക്കില്ല എന്നുകൂടി BJP പറയുന്നതോ അതിന് മുകളിലേക്ക് നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകുമെന്നുള്ള വാഗ്ദാനം തരുന്നതും വലിയ തോതിൽ തന്നെ ജനങ്ങളെ BJPയിലേക്ക് ആകർഷിച്ചുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏവരും കാത്തിരിക്കുന്നു ആരാണ് ആ മുഖ്യമന്ത്രി എന്നുള്ളത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.